അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദന്മാർ, മറ്റു ഇവിടെ ഉപവിഷ്ടരായ മുതഅല്ലിം സുഹൃത്തുക്കൾ, ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം സ്വലാത്തുൽ കുർസി, കസാല നിസ്കാരം. ഇന്ന് കസാല നിസ്കാരം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പള്ളികൾ നോക്കുകയാണെങ്കിൽ എല്ലാ പള്ളിയിലും മൂലയിൽ കസാല ഇട്ടതായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആളുകൾ നല്ല ഗെട്ടപ്പിൽ നടന്നു വരികയും പള്ളിയിലേക്ക് എത്തിയാൽ അവിടെ ഇരുന്ന് നിസ്കരിക്കുന്ന രൂപമാണ് പലയിടത്തും കണ്ടുവരുന്നത്. അതിനെക്കുറിച്ചുള്ള മസ്അലകൾ ആളുകൾ വ്യക്തമായി മനസ്സിലാക്കിച്ച എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് എപ്പോഴാണ് കസാലയിൽ ഇരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യാം. കയ്യുള്ളവൻ നിന്ന് തന്നെ നിസ്കരിക്കണം എന്നാണ് നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫർള് പറയുന്നത്. കയ്യുള്ളവൻ നിന്ന് തന്നെ നിസ്കരിക്കണം, അവൻ ഇരിക്കാൻ പാടില്ല. സുന്നത്ത് നിസ്കാരത്തിൽ അവൻക്ക് ഇരിക്കാം. അങ്ങനെ ഇരുന്നാൽ നിന്ന് നിസ്കരിച്ചവന്റെ പകുതി പ്രതിഫലമാണ് ഇരുന്ന് നിസ്കരിക്കുന്നവൻക്ക് ലഭിക്കുന്നത്. ഇനി ഒരുത്തന് എപ്പോഴാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത്? അവൻക്ക് സ്വയം നിൽക്കാനും കഴിയുന്നില്ല, അല്ലെങ്കിൽ ചുമര് പോലോത്തതിലേക്ക് ചാരി നിൽക്കാനും കഴിയുന്നില്ല. അങ്ങനെയും കഴിയുന്നില്ലെങ്കിൽ കൂലിക്ക് ആളെ വെച്ചുകൊണ്ട് അവൻ നിന്ന് നിസ്കരിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിലാണ് ഇരുന്ന് നിസ്കരിക്കേണ്ടത്. ഇവിടെ ഇരുന്ന് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കേണ്ടതല്ല, ആദ്യം തറയിൽ ഇരുന്നു കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. ആദ്യം ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം, അതാണ് അഫ്ളൽ. ഇല്ലെങ്കിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്തം, ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്തം. അതിനും കഴിയുന്നില്ലെങ്കിൽ രണ്ടാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഇരുത്തം ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം. അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ എങ്ങനെയാണോ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ഇരുന്ന് നിസ്കരിക്കണം. ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിലാണ് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കേണ്ടത്. ഇനി നമുക്ക് ഇരുന്ന് നിസ്കരിക്കുന്നതിന് മൂന്ന് രൂപത്തിൽ പറയാം. ഒന്നാമത്തത്, ഒരുത്തനിക്ക് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷേ തറയിൽ ഇരിക്കാനോ സുജൂദ് ചെയ്യാനോ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുത്തൻ നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുകയും റുകൂഅ് ഇഅ്തിദാലൊക്കെ പരിപൂർണമായി ചെയ്യുക. അതിനുശേഷം സുജൂദിലേക്ക് പോകുമ്പോൾ കസേരയിൽ ഇരുന്ന് സുജൂദിലേക്ക് ആംഗ്യം കാണിക്കണം. അതേപോലെ അത്തഹിയാത്തൊക്കെ കസേരയിൽ ഇരുന്ന് തന്നെ പൂർത്തിയാക്കണം. ഇനി രണ്ടാമത്തെ ആള്, അവൻക്ക് നിൽക്കാൻ പറ്റുന്നില്ല, തറയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ആള് തറയിൽ ഇരുന്ന് തന്നെ നിസ്കരിക്കണം. ഇനി മൂന്നാമത്തെ ആള്, അദ്ദേഹത്തിന് നിൽക്കാനും പറ്റുന്നില്ല, തറയിൽ ഇരിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാണ് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ അനുവദനമുള്ളൂ. അവൻ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണം, പരിപൂർണമായും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കണം. അങ്ങനെ നിൽക്കാനും തറയിൽ ഇരിക്കാനും സാധിക്കാത്തവൻ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാം. ഇങ്ങനെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന സമയത്ത് റുകൂഅ് സുജൂദൊക്കെ അവൻ ആംഗ്യം കാണിക്കണം. ഇനി തലയാണ പോലോത്തത് വെച്ചുകൊണ്ട് അവൻ ഇൻഇകാസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തലയാണ പോലോത്തത് വെക്കൽ നിർബന്ധമാണ്. അവന്റെ ഊര പൊന്തിച്ച് മുമ്പാകം താഴ്ത്തി സുജൂദ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സുജൂദ് ചെയ്ത് നിസ്കരിക്കൽ അവൻക്ക് നിർബന്ധമാണ്. അങ്ങനെ ഇൻഇകാസ് പറ്റുന്നില്ലെങ്കിൽ അവൻ തലയാണ പോലത്തത് വെക്കൽ നിർബന്ധമില്ല. ഇനി നാം പലരും നേരിടുന്ന കാണുന്ന ഒരു പ്രശ്നമാണ്, ഇരുന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് കസേര വെക്കേണ്ടത്? അവൻ സഫിൽ കസേര വെക്കണോ, സൊഫിന്റെ പിന്നിൽ കസേര വെക്കണോ എന്ന മസ്അല. ആദ്യം പറഞ്ഞൊരുത്തൻ, അതായത് നിൽക്കാൻ പറ്റുന്നുണ്ട്, സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല, സുജൂദിലേക്ക് പോകുമ്പോൾ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആ രൂപത്തിൽ അവൻ ആദ്യം തന്നെ നിസ്കരിക്കുന്നവൻ കസാല വെക്കേണ്ടത് സൊഫിന്റെ പിന്നിലാണ്.
കാരണം അവൻ സ്വഫ് ഒപ്പിക്കേണ്ടത് അവൻ നിൽക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള ആളുടെ മടമ്പിനെ ഒപ്പിച്ചാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് സ്വഫിന്റെ പിന്നിലാണ് അവൻ കസാര വെക്കേണ്ടത്. അതാണ് അവന്റെ സ്വഫ്. അപ്പോൾ പിന്നിലുള്ള സ്വഫുകാരന് അവിടെ നേരെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, അത് കഴിയില്ല. അതിനെ അവൻ എന്താക്കാം, ഒരു തൂണ് പോലെ ആയി കരുതി, അത് പ്രശ്നമില്ല. ഇനി രണ്ടാമത് പറഞ്ഞത് തറയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ, അവന്റെ സ്വഫ് തറയിൽ ഇരിക്കല് അത് തന്നെയാണ് അവന്റെ സ്വഫ്. ഇനി മൂന്നാമത് പറഞ്ഞത് പൂർണ്ണമായും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവൻ, പൂർണ്ണമായും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ സ്വഫ് അത് അവന്റെ ഊരയാണ്, അവന്റെ നടുവാണ്. അതാണ് സ്വഫിനെ ഒപ്പിക്കേണ്ടത്. അപ്പോൾ അവൻ കസാര എന്താക്കണം, സ്വഫിൽ തന്നെ വെക്കണം. അങ്ങനെ സ്വഫിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവൻ നിസ്കരിക്കേണ്ടത്. അതാണ് അവന്റെ സ്വഫ്. ഇങ്ങനെയുള്ള രീതിയിലാണ് കസാര ഇരുന്ന് നിസ്കരിക്കേണ്ടത്. അതല്ലാതെ നല്ല ഗെട്ടപ്പിൽ നടന്നുകൊണ്ടുവന്ന് പള്ളിയിലെത്തിയപ്പോൾ അവിടെ കാണുന്ന കസാലയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹിയാവുകയില്ല. അത് ഇന്ന് പലരും സൂക്ഷിക്കുന്നില്ല. ഈ മസ്അല പല ആളുകൾക്കും അറിയില്ല എന്നതാണ് വാസ്തവം. സുന്നത്ത് നിസ്കാരത്തിൽ ഇരിക്കാൻ പറ്റും. സുന്നത്ത് നിസ്കാരം ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ അത് പ്രശ്നമില്ല. പക്ഷെ ഫർള് നിസ്കരിക്കുന്നവന്റെ നേരെ പകുതിയെ അവൻക്ക് കൂലി കിട്ടൂ എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയും കൂടുതൽ മസ്അലകൾ പഠിച്ചുകൊണ്ട് നാം ചെയ്യുന്ന അമലുകൾ നന്നായി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടി